കോപ്പ ഡെൽ റേയിൽ ക്വാർട്ടറിലേക്ക് മുന്നേറി റയൽ മാഡ്രിഡ്. ആവേശകരമായ റൗണ്ട് ഓഫ് 16 പോരാട്ടത്തിൽ സെൽറ്റ വിഗോയെ പരാജയപ്പെടുത്തിയാണ് റയലിന്റെ ക്വാർട്ടർ പ്രവേശനം. എക്സ്ട്രാ ടൈം വരെ നീണ്ട പോരാട്ടത്തിൽ 2-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു റയലിന്റെ വിജയം. സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന മത്സരത്തിൽ 37-ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പെ റയലിന് ആദ്യ ലീഡ് നൽകി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വിനീഷ്യസ് ജൂനിയർ മാഡ്രിഡിന്റെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ കളി അവസാനത്തേക്ക് അടുത്തപ്പോൾ സെൽറ്റയുടെ തിരിച്ചുവരവാണ് കാണാൻ സാധിച്ചത്. 83-ാം മിനിറ്റിൽ ജൊനാഥൻ ബാംബയിലൂടെയും സ്റ്റോപ്പേജ് ടൈമിൽ പെനാൽറ്റി ഗോളിലൂടെ മാർക്കസ് അലോൺസയും സെൽറ്റയെ ഒപ്പമെത്തിച്ചു. ഇതോടെ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിൽ 108-119 മിനിറ്റുകളിൽ എൻട്രിക്കിന്റെ ഗോളുകളും 112-ാം മിനിറ്റിൽ വൽവർദയുടെ ഗോളും റയലിന് വിജയവും ക്വാർട്ടർ ബെർത്തും സമ്മാനിച്ചു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 59% ബോൾ പൊസിഷൻ റയൽ മാഡ്രിഡിനായിരുന്നു. 23 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. 11 ഷോട്ട് ഓൺ ടാർഗറ്റ്. 818 പാസുകൾ 91% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് സെൽറ്റ വിഗോ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 582 പാസുകൾ 85% കൃത്യതയോടെ സെൽറ്റ പൂർത്തിയാക്കി. ലാലിഗയിൽ ജനുവരി 19-ന് ലാസ് പാൽമാസിനെതിരായാണ് റയൽ മാഡ്രിഡിന്റെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.